ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഫ്രാൻസിസ്കോ ഡി അൽമേഡ, വാസ്കോ ഡ ഗാമ, അൽഫോൻസ ഡി അൽബുക്കാർക്ക്, പെട്രോ അൽവാരിസ് കബ്രാൾ. ഉത്തരം സി, അൽഫോൻസ ഡി അൽബുക്കാർക്ക്. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിനു വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ബ്രിട്ടൻ, ഫ്രാൻസ്, ഹോളണ്ട്, പോർച്ചുഗൽ. ഉത്തരം ഡി, പോർച്ചുഗൽ. ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിനുമേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നതാര്? ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ. ഉത്തരം പോർച്ചുഗീസുകാർ. നാലാമത്തെ ക്വസ്റ്റ്യൻ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? എ. കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ, ബി. കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ, സി. കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ, ഡി. കുഞ്ഞാലി മരക്കാർ നാലാമൻ. ഉത്തരം സി, കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇവയെല്ലാം. ഉത്തരം സി, മലബാർ. ആറാമത്തെ ക്വസ്റ്റ്യൻ. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി. മംഗലാപുരം ഉടമ്പടി, ശ്രീരംഗപട്ടണം ഉടമ്പടി, അലഹബാദ് ഉടമ്പടി, മദ്രാസ് ഉടമ്പടി. ഉത്തരം ബി, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത ഏവ? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് കാനിങ് പ്രഭുവിൻ്റെ തീരുമാനമനുസരിച്ച് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന് ഓപ്ഷൻസ് എ 1ഉം 2ഉം, ബി 2ഉം 3ഉം, സി 1ഉം 3ഉം, ഡി 2 മാത്രം. ഉത്തരം സി, 1ഉം 3ഉം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാര്? അർണോസ് പാതിരി, അഞ്ചലോസ് ഫ്രാൻസിസ്, ഹെർമൻ ഗുണ്ടർട്ട്, ബെഞ്ചമിൻ ബെയ്ലി. ഉത്തരം ബി, അഞ്ചലോസ് ഫ്രാൻസിസ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്, റവറൻഡ് മീഡ്, അർണോസ് പാതിരി, സി. കേശവൻ. ഉത്തരം എ, ഹെർമൻ ഗുണ്ടർട്ട്. ആദ്യമായി മലയാള നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര്? ഡെ അഞ്ചലോസ് ഫ്രാൻസിസ്, ശ്രീകണ്ഠേശ്വര പത്മനാഭപിള്ള, വള്ളത്തോൾ നാരായണ മേനോൻ, ഹെർമൻ ഗുണ്ടർട്ട്. ഉത്തരം ഡി, ഹെർമൻ ഗുണ്ടർട്ട്.